ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാദൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒത്തിരി അളവുകളൊന്നും എടുക്കാണ്ട് ഒരളവ് ബ്ലൗസ് വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി ഞങ്ങളെടുത്ത മെറ്റീരിയലിൽ ഒത്തിരി ചുളിവുകളായതുകൊണ്ട് അമ്മ അതൊന്ന് അയൺ ചെയ്തെടുക്കുവാണ്. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആദ്യം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ബോർഡർ വരുന്ന പോർഷൻ 4ആയിട്ട് മടക്കിയിടണം. എന്നിട്ട് അതിന് പുറത്തേക്ക് അളവ് ബ്ലൗസിൻ്റെ സ്ലീവ് ഇങ്ങനെ വെക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായി വിട്ടു കൊടുക്കുന്നുണ്ട്. ഇതൊരു ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് മതിയാവും. എന്നിട്ട് സ്ലീവിൻ്റെ ജോയിനിങ്ങും ഫ്രണ്ടിലേക്ക് ടക്കിൻ വരുന്ന പോർഷനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലീവിൻ്റെ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചോളം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ ഷേപ്പിന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ സ്ലീവ് റെഡി. എന്നിട്ട് നമ്മുടെ അളവ് ബ്ലൗസുമായിട്ട് ഒന്ന് ഒത്തു നോക്കാം കറക്റ്റ് ലെങ്ത് ആണോ എന്ന്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ. ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഒരുപാട് അളവൊന്നും എടുക്കാതെ തന്നെ നമ്മുടെ അളവ് ബ്ലൗസുമായിട്ട് ഒത്തുവെച്ച് വരയ്ക്കുന്നത് കൊണ്ട് ബിഗിനേഴ്സിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മെയിൻ ക്ലോത്ത് 2ആയിട്ട് മടക്കി അതിന് 1/2 ഇഞ്ച് മുകളിലായി നമ്മുടെ അളവ് ബ്ലൗസ് ഇങ്ങനെ വെക്കുന്നുണ്ട്. ബാക്ക് നെക്ക് വരയ്ക്കാണ്. ഇതിലൊരു സ്ക്വയർ നെക്കാണ് വരുന്നത്. നെക്ക് വരയ്ക്കുന്ന സമയത്ത് ഷോൾഡർ രണ്ടും ഒരുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതാ ഷോൾഡറിലേക്ക് നമ്മൾ വരയ്ക്കുകയാണ്. ഷോൾഡർ ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി വേണം വരയ്ക്കാൻ. എന്നിട്ട് കൈക്കുഴിയും മാർക്ക് ചെയ്ത് കൈയുടെ അവിടെ നിന്ന് 1/2 ഇഞ്ച് വണ്ണം പുറത്തേക്ക് വിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ മാർക്കിംഗ് എല്ലാം ഒന്നിച്ച് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത മാർക്കിംഗ് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ബാക്ക് പോർഷൻ എടുത്തിട്ട് അവിടുത്തെ കൈക്കുഴിയിൽ നിന്ന് അടുത്ത കൈക്കുഴി വരെ നോക്കിയപ്പോൾ 21 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 10.5 ഇഞ്ച്, ഈ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി ചേർത്ത് 11 ഇഞ്ച് ഇതിലുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാക്കിൽ ടക്കിനും കൂടി ഒന്ന് മാർക്ക് ചെയ്യണേ. അമ്മ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഇതെല്ലാം ഒരു ഉദ്ദേശ കണക്കാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കി അളവ് ബ്ലൗസ് കൃത്യമായി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്കെച്ച് ചെയ്തതുപോലെ നെക്കും ഷോൾഡറും വരച്ചു കൊടുക്കുകയാണ്. കൈക്കുഴി വരയ്ക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒന്ന് വിരൽ വെച്ച് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ കൃത്യമായിട്ട് അളവ് കിട്ടും. എന്നിട്ട് 1 ഇഞ്ചോളം തയ്യൽ തുമ്പിന് വിട്ടുകൊടുത്ത ശേഷം മാർക്ക് ചെയ്ത പോർഷൻ എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ഫ്രണ്ടിലെയും ബാക്കിലെയും കൈക്കുഴി ഒന്നിച്ചിട്ട് വെട്ടുമ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടാറുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ കുറച്ച് അളവുകൾ എടുക്കുകയാണ്. ഫ്രണ്ടിലത്തെ വണ്ണമാണ് ആദ്യം നോക്കുന്നത്. 10.5 ഇഞ്ച് അളവ് തുണിയിൽ വന്നിട്ടുണ്ട്. 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി ചേർത്ത് 11.5 ഇഞ്ച് നമ്മുടെ മെറ്റീരിയലിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ടക്ക് കൂടി മാർക്ക് ചെയ്യുകയാണ്. അളവ് ബ്ലൗസിൽ 2.5 ഇഞ്ച് വരുന്നുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം പട്ട വരെയുള്ള ലെങ്തും കൂടി നോക്കി അതും തയ്യൽ തുമ്പ് ഉൾപ്പെടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ സൈഡിലെ ലെങ്ത്, അതായത് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ മുതൽ പട്ട വരെയുള്ള ലെങ്ത് കൂടി നോക്കി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മെയിൻ ടക്ക് കൂടി മാർക്ക് ചെയ്യുകയാണ്. അളവ് ബ്ലൗസിൽ ടക്കിൻ്റെ ഡിസ്റ്റൻസ് നോക്കി മെറ്റീരിയലിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മൊത്തം 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ 1.5 ഇഞ്ചിൽ മടക്കിയാണ് നമ്മൾ ടക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാരണ മിക്ക ബ്ലൗസുകളിലും 1.5 ഇഞ്ചായിരിക്കും ടക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത പോർഷനിലൂടെ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ടക്ക് എല്ലാം ഒന്ന് കത്തിരി വെച്ച് കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുകയാണ്. അതായത് 3 ഇഞ്ച് മെയിൻ ടക്ക് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് 1.5 മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ അതും പിന്നെ നമ്മുടെ വണ്ണം 10.5 ഇഞ്ച്, അപ്പോൾ അതും പിന്നെ കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിന്, അതായത് ഷോൾഡറിൽ നിന്ന് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ ആ ടക്കിനും പിന്നെ അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ആ ഹുക്ക് വരുന്ന അവിടുത്തെ ടക്കിനും കൂടി നമ്മളൊന്ന് കത്തിരി വെച്ച് കട്ട് ചെയ്യുകയാണ്. ഈ കാണുന്നില്ലേ, ഈ നെക്കിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടിപ്പാണ് കേട്ടോ. നെക്ക് എപ്പോഴും നമ്മുടെ ബോഡിയോട് ഫിറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് അമ്മ സാധാരണ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ പട്ട കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതുകൂടി ആവുമ്പോൾ ബ്ലൗസിൻ്റെ മെയിൻ പരിപാടിയെല്ലാം കഴിയും. അതിന് വേണ്ടിയിട്ട് ഹുക്കിൻ്റെ പോർഷനിൽ ഇടുപ്പിൻ്റെ പോർഷനിൽ വരുന്ന പട്ടയുടെ നീളം നോക്കി മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ എത്രയാണോ നീളം വരുന്നത് അതുകൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ 2 പോർഷനും കൂടി ഇതുപോലെ ഒരു ചെറിയൊരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്ത് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പട്ട റെഡി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അധികം മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ അളവ് ബ്ലൗസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.